മാസപ്പടം അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. മമ്മൂട്ടി അടിഞ്ഞാടി തകർത്തു. ക്ലൈമാക്സ് ഫൈറ്റ് അടിച്ച് പൊളിച്ചു പോലെ. ரொம்ப ஹாப்பியாக இருக்குது. கணவனும் ஃபைட் மாஸ்டர் கூட ஒர்க் பண்ணும்போது சார் கூட நிறைய படம் ஒர்க் பண்ணியிருக்கேன். அதே போல் ஃபஸ்ட்டு டைம் மாஸ்டர் சார் படம் பண்ணுறதுக்கு வந்து வரும்போது எனக்கு கமிட் ஆகும்போது வைசாக் சார் கூப்பிட்டு சொன்னாங்க, மூணு இந்த மாதிரி படம் பண்ண வேண்டியது இருக்குது அப்படின்னாங்க. ஏன்னா வைசாக் சாரும் வெரி லெஜண்ட் டைரக்டர். அவங்க படம் பண்ணுறதும் மம்முக்கா சாரோட ஒர்க் பண்ணுறது எனக்கு உண்மையிலேயே பெரிய எக்ஸ்பீரியன்ஸாக இருந்துச்சு. ஏன்னா பயங்கர நெருடலாகவும் இருந்தது. வேறு லெவல் மாஸ். சாரை பற்றி சொல்லவே தேவையில்லை. ஏன்னா நம்மளை சொல்கிறதுக்கு வயசும் இல்லை. அவ்வளோ ஒரு கிரேட் பர்சன். ரொம்ப நன்றி மம்முக்கா சார். ശേഷം വീണ്ടും ഒരു ஆமாம், கண்டிப்பாக. ஏன்னா வருது நெக்ஸ்ட் மூவிகள் ஏறம் வருது, ஐடென்டிட்டி வருது, கொண்டல், இந்த மூவிகள் நிறைய மூவிகள் செய்து கொண்டிருக்குது. இப்போது ரொம்ப ஹாப்பி. താങ്ക് യു. പടം ഈ വർഷത്തെ ഇറങ്ങിയ ഏറ്റവും ഇടിപ്പടം RDX. ക്ലൈമാക്സ് ഒക്കെ നിങ്ങൾ ഒന്ന് കാണണോട്ടോ പടം. രാജ്വി ഷെട്ടി ഒക്കെ സൂപ്പറാണ്. 100 കോടിയല്ലേ ഇത്? കോടി ക്ലബ് അല്ല ഇത്. സൂപ്പർ പടം, അടിപൊളി. കഴിഞ്ഞാടി 100 കോടി അടിക്കോ? ഇക്കാലെ വൈശാഖ് സാറല്ലേ, വൈശാഖ് സാറ് കൂടിയാല്, ഇക്ക കൂടിയാല്, മമ്മൂക്ക കൂടിയാല് எப்படி வரும்? எப்படி சொல்றது? என்னது தமிழே வருது பாரு, எப்படி நல்லா இருக்கு பாரு. நல்லா சூப்பரா இருக்கு. എല്ലാരും പോയി കാണൂ. സൂപ്പർ പടം. 200 കോടിക്ക് മേലെ എത്തും. അടിപൊളി. 200 കോടിക്ക് മേലെ. അടിപൊളിയാ. ഒന്നും പറയാനില്ല. ഒന്ന് പോയി കാണു. ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല. കേട്ടുപോയി കാണണം. രോമാഞ്ചിഫിക്കേഷൻ. വെരി രോമാഞ്ചിഫിക്കേഷൻ. അഭിനയൊക്കെ കണ്ടല്ലോ. പക്ഷെ പുള്ളി വേറെ ലെവൽ അവരെയാ. പിന്നെ മമ്മൂക്കയുടെ കാര്യം പറയണല്ലോ, അപ്പൊ സ്ക്രീൻ സ്ക്രീൻ നിറഞ്ഞിരിക്കുക. അതൊക്കെ ഇടിന്ന് പറയണല്ലോ. ഒറ്റടിക്ക് 5 കഷ്ണമായി പോകാൻ നമുക്ക് ഇടിക്കാതെ അവിടെ പോകാൻ വേറെ ലെവലാണ്. പവർഫുൾ പടം. ഞാൻ ഇന്നേ വരെ കണ്ട മമ്മൂട്ടി പടങ്ങളിൽ ഏറ്റവും പൊളി. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് മേക്ക് ചെയ്തിട്ടുള്ള പടം ഞാൻ കണ്ടിട്ടില്ല. മമ്മൂട്ടിയാണ് ഇനി മലയാള സിനിമ ഭരിക്കാൻ പോണത് മമ്മൂട്ടിയാണ്. ഇനി വേറെ നടനും ആ ലെവലിൽ കടന്ന് വരില്ല. 100% മമ്മൂട്ടി. ഇനി മമ്മൂക്കയുടെ യുഗം.